വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇരട്ട അന്വേഷണമെന്ന് മുഖ്യമന്ത്രി. പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതിയിലും കരാർ കമ്പനി ചട്ടങ്ങൾ ലംഘിച്ചോ എന്നതിലും അന്വേഷണം. തുരങ്കപാത നിർമ്മാണം ഇനി പഠനശേഷം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. ദുരന്തസ്ഥലം സന്ദർശിച്ചു മുഖ്യമന്ത്രി. കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കനത്ത മഴ തുടരുന്നു. മുംബൈയിൽ ഇന്നും റെഡ് അലർട്ട്. ട്രെയിൻ ഗതാഗതം താറുമാറായി. കേരളത്തിലേക്കുള്ള 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. IG അജിത ബീഗം അന്വേഷണത്തിന് നേതൃത്വം നൽകും. പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് മുഖ്യമന്ത്രി. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് ആവർത്തിച്ചു മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന താൽപര്യം ബലികഴിക്കില്ലെന്നും ഓഹരി കൈമാറ്റം ഇടത് സർക്കാർ നേരത്തെ അറിഞ്ഞെന്നും മുഖ്യമന്ത്രി. പാർട്ടി പത്രമായാലും തെറ്റുകൾ സംഭവിക്കാമെന്നും ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്നും ട്രംപ്. പ്രഖ്യാപനം ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച് ഇറാൻ.